റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് 2022 ഫെബ്രുവരിയിലാണ്. ഇപ്പോൾ 2026 ജൂലൈയാണ്. വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഏതാണ്ട് 4 വർഷത്തോളമായി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ യുദ്ധത്തിലാണ്. റഷ്യ യുക്രൈനെ ആക്രമിക്കുകയായിരുന്നു. അതായത് യുക്രൈൻ നാറ്റോ സഖ്യവുമായി അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിൽ ചേരുന്നു എന്ന ഒരു ആരോപണം വരുന്നു. അത് റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റഷ്യയും യുക്രൈനും തമ്മിൽ പ്രത്യാരോപണങ്ങൾ ആരംഭിച്ചത്. എന്തായാലും നാറ്റോയ്ക്കൊപ്പം പോകുമെന്ന് യുക്രൈൻ തീരുമാനമെടുത്തതോടുകൂടി റഷ്യ ആക്രമണം നടത്തുകയായിരുന്നു. അങ്ങനെയൊരു ആക്രമണം ആരംഭിച്ചത് ഫെബ്രുവരിയിലാണ്. അതായത് 2022 ഫെബ്രുവരിയിലാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ, ഒരു 10-15 ദിവസങ്ങൾക്കകം ആ യുദ്ധം അവസാനിക്കുമെന്ന് കരുതിയതാണ്. കാരണം യുക്രൈൻ റഷ്യയോളം പോകുന്ന രാജ്യമല്ല. റഷ്യയ്ക്ക് മണിക്കൂറുകൾ മതി യുക്രൈനെ പിടിച്ചടക്കാനായി. പക്ഷേ അത് നടന്നില്ല. വർഷങ്ങളായി യുക്രൈൻ പൊരുതുകയാണ്. യുക്രൈൻ പൊരുതുന്നതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ യുക്രൈൻ പൊരുതുന്നതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈനോടൊപ്പം ഉള്ളതുകൊണ്ടാണ്. എത്ര വേണമെങ്കിലും ആയുധങ്ങളും എത്ര വേണമെങ്കിലും പണവും യുക്രൈന് ഈ രാജ്യങ്ങൾ നൽകാൻ തയ്യാറാണ്. ആ പണവും ആയുധങ്ങളും ഒക്കെ നൽകുന്നത്രത്തോളം കാലം റഷ്യയുമായി യുദ്ധം ചെയ്യാം എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തീരുമാനിക്കുന്നു. അവിടെ നിന്നാണ് ഈ യുദ്ധം ആരംഭിക്കുന്നതും ഇതുവരെ എത്തി നിൽക്കുന്നതും. എന്തായാലും ഈ അടുത്ത കാലത്തായി സംഘർഷം അല്പം ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നടന്ന ചർച്ചകളെല്ലാം പരാജയപ്പെട്ടു. എങ്കിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യുക്രൈനും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള ആക്രമണം കടുക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് തന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും ശക്തി ആർജിക്കുന്നു. ലോകത്തിൽ ഈ രണ്ട് സംഘർഷങ്ങൾ വരുത്തിവെക്കുന്ന നാശം ചെറുതൊന്നുമല്ല. എങ്കിലും യുദ്ധം അവസാനിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ റഷ്യയും യുക്രൈനും ഇപ്പോൾ കനത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യയുടെ റിഫൈനറികൾ ലക്ഷ്യമാക്കിക്കൊണ്ട് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. യുക്രൈൻ്റെ കയ്യിൽ ഇപ്പോൾ ദീർഘദൂര ഡ്രോണുകളാണുള്ളത്. അതായത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തിന് ആ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ആക്രമണം നടത്താൻ കഴിയുക. രാജ്യത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരണമെങ്കിൽ ഡ്രോണുകൾ അത്രയും ദൂരം പറക്കില്ല. എന്നാൽ യുക്രൈൻ്റെ കയ്യിലുള്ള ദീർഘദൂര ഡ്രോണുകൾ ആഴമുള്ള, അതായത് റഷ്യയ്ക്കകത്തേക്ക് കടന്ന് ആക്രമണം നടത്തുകയാണ്. റഷ്യയുടെ റിഫൈനറികൾ കേന്ദ്രീകരിച്ച് യുക്രൈൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് റഷ്യയ്ക്കുണ്ടായത്. അതായത് റിഫൈനറികൾ പ്രവർത്തിക്കാതെ വന്നതോടുകൂടി രാജ്യത്ത് കടുത്ത ഇന്ധനക്ഷാമം നേരിട്ടു. മാത്രമല്ല പെട്രോൾ പമ്പുകളിലും മറ്റും വാഹനങ്ങളുടെ നീണ്ട നിര കണ്ടെത്തി. ഇതിനെ റഷ്യ മറികടന്നത് ഇന്ത്യയിൽ നിന്നും ഗ്യാസോലൈൻ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ്. അതായത് ക്രൂഡ് ഓയിലിൽ നിന്ന് റിഫൈനറികൾ വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമാണ് ഗ്യാസോലൈൻ. അത് റഷ്യയിലും മറ്റും വാഹന ഇന്ധനമായി പെട്രോളിന് പകരം ഉപയോഗിക്കുന്നത് അതാണ്. ഇന്ത്യക്ക് കൂടുതലായി ക്രൂഡ് ഓയിൽ നൽകുകയും ഇന്ത്യൻ റിഫൈനറികളിൽ ഇപ്പോൾ നല്ല കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഇന്ത്യൻ റിഫൈനറികളിൽ ഇത് റിഫൈൻ ചെയ്ത് ഗ്യാസോലൈനാക്കി മാറ്റി തിരികെ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു ഇന്ധന ഷോർട്ടേജ് റഷ്യ പരിഹരിച്ചത്. അത്രമാത്രം കനത്ത ആക്രമണമാണ് ഓർക്കാപ്പുറത്ത് യുക്രൈൻ നൽകിയത്. ഇതിന് എന്തായാലും റഷ്യ തിരിച്ചടി നൽകിയേ മതിയാകും. യുക്രൈൻ വരുത്തിവെക്കുന്ന പ്രകോപനം ചെറുതല്ല. അത്രമാത്രം വലിയ പ്രകോപനമാണ് യുക്രൈൻ നടത്തുന്നത്. യുക്രൈൻ നടത്തുന്ന പ്രകോപനത്തിനനുസരിച്ച് റഷ്യ പ്രതികരിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. എങ്കിലും രാജ്യത്തിൻ്റെ സുരക്ഷയെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഇന്ധന സുരക്ഷയെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെട്രോളിയം കേന്ദ്രങ്ങൾക്ക് നേരെ, എണ്ണപ്പാടങ്ങൾക്ക് നേരെ, എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഒക്കെയാണ് യുക്രൈൻ ആക്രമണം നടത്തുന്നത്. ഇതിനി റഷ്യയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് റഷ്യ തന്നെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ആണവായുധം എടുത്ത് യുക്രൈനെ ഇല്ലാതാക്കാനായി പുടിൻ ശ്രമിച്ചതാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിന് തടയിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്തായാലും റഷ്യയുടെ നെല്ലിപ്പലക കാണാനായി ഇപ്പോൾ ഇതാ യുക്രൈൻ അങ്ങേയറ്റത്തെ പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രകോപനത്തിന് തിരിച്ചടിയായി കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം റഷ്യ നടത്തിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് റഷ്യ വലിയ രീതിയിലൊരു ആക്രമണം യുക്രൈൻ തലസ്ഥാനമായ കീവിലും അതുപോലെ തന്നെ മറ്റ് സമീപ നഗരപ്രദേശങ്ങളിലുമൊക്കെ റഷ്യ നടത്തിയത്. 41ഓളം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളും 125ഓളം ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്. ഇതിനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത്
യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. റഷ്യയുടെ മിസൈലുകളെ അവർ ഫലപ്രദമായി പ്രതിരോധിക്കുന്നുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ പകുതിയിലേറെ മിസൈലുകളും പ്രതിരോധിക്കാൻ യുക്രൈന് സാധിച്ചില്ല എന്നുള്ളതാണ്. പകുതിയിലേറെ മിസൈലുകളും ഏതാണ്ട് ബഹുഭൂരിപക്ഷം ഡ്രോണുകളും യുക്രൈൻ ലക്ഷ്യസ്ഥാനം ഭേദിച്ചു എന്നുള്ളതാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് എന്തുകൊണ്ടാണ് ഞായറാഴ്ച റഷ്യ കനത്ത ആക്രമണം നടത്തിയത്? ഏറെക്കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്ര കനത്ത ആക്രമണം യുക്രൈനു നേരെ റഷ്യ നടത്തുന്നത്. അതിന് പ്രധാനമായും 2-3 കാരണങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യമാണ്. ആ അനുകൂലമായ സാഹചര്യത്തിൽ ഒന്ന് എന്ന് പറയുന്നത് പാട്രിയോട്ടിക് മിസൈലുകൾ യുക്രൈന് തീർന്നിരിക്കുന്നു. പാട്രിയോട്ടിക് ഇൻ്റർസെപ്റ്റർ മിസൈലുകളാണ്. ലോകമെമ്പാടും അമേരിക്ക നൽകുന്ന ഇത്തരത്തിലുള്ള ആയുധങ്ങൾക്ക് വലിയ ഷോർട്ടേജ് വന്നിട്ടുണ്ട്, പാട്രിയോട്ടിക് മിസൈലുകൾ പ്രത്യേകിച്ചും. കാരണം അമേരിക്ക ഇറാനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാന് ചുറ്റും അമേരിക്കൻ ബേസ് ക്യാമ്പുകളുണ്ട്, പട്ടാള ക്യാമ്പുകളുണ്ട്. ഈ ക്യാമ്പുകളിലേക്ക് നിരന്തരം ഇറാൻ തിരിച്ചടിയെന്നോണം മിസൈലുകൾ കൊണ്ട് ആക്രമിക്കുകയാണ്. ഈ മിസൈലുകളെയൊക്കെ അമേരിക്കയ്ക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. വിവിധ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഈ പാട്രിയോട്ടിക് ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ്റെ മിസൈലുകളെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ കയ്യിൽ മിസൈൽ സാഗരം തന്നെയുണ്ട്. യുക്രൈൻ്റെ കയ്യിൽ വളരെ കുറച്ച് മിസൈലുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ തീർന്നു. അതോടുകൂടി റഷ്യയിൽ നിന്ന് വരുന്ന മിസൈലുകൾ വെടിവെച്ചിടാൻ മിസൈലുകൾ തികയാതെ വന്നു ഇപ്പോൾ ഈ യുക്രൈൻ. അതുകൊണ്ട് തന്നെ ഈ തക്കം മുതലെടുത്തുകൊണ്ട് പരമാവധി വ്യോമാക്രമണം നടത്താം എന്നാണ് ഇപ്പോൾ റഷ്യ വിചാരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ കനത്ത ആക്രമണം റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യയുടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ, എണ്ണ ശേഖരത്തിന് നേരെ, റിഫൈനറികൾക്ക് നേരെയൊക്കെ നടത്തിയ ആക്രമണമാണ്, യുക്രൈൻ നടത്തിയ ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രോണുകളെ പ്രതിരോധിക്കേണ്ടത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. യുക്രൈൻ 10,000-കണക്കിന് ഡ്രോണുകളാണ് നിർമ്മിച്ചിറക്കുന്നത്. ഈ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, എണ്ണ ടാങ്കറുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടും റിഫൈനറികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് റഷ്യ പ്രതിരോധം തീർത്തത്. അതായത് യുക്രൈനിലെ ഡ്രോണുകൾ ഉണ്ടാക്കുന്ന വൻ ഫെസിലിറ്റികളെയാണ് റഷ്യ ഇപ്പോൾ അടിച്ചു തകർത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്നത് യുക്രൈൻ്റെ ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയാണ്. യുക്രൈനിൽ ഇപ്പോൾ ജനങ്ങൾ രാഷ്ട്രീയമായി 2 ഭാഗമായി നിൽക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അദ്ദേഹത്തിൻ്റെ പ്രതിരോധ മന്ത്രിയെ പുറത്താക്കിയത്. പ്രതിരോധ മന്ത്രിയെ പുറത്താക്കിയതോടുകൂടി യുക്രൈൻ്റെ രാഷ്ട്രീയ നേതൃത്വം രണ്ടാവുകയും തമ്മിൽ തല്ലുകയും വലിയ പ്രക്ഷോഭം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് അനുകൂല ഘടകമാക്കി മാറ്റിക്കൊണ്ടാണ് റഷ്യയുടെ ആക്രമണം. നാലാമത്തെ കാര്യം ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുക്രൈനിന് ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്. ഈ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നാണ് റഷ്യയെ ആക്രമിക്കാനുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. ഇത് തകർക്കുക എന്നുള്ളത് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ കാരണമാണ് ഇപ്പോൾ കനത്ത ആക്രമണം റഷ്യ യുക്രൈനു മേൽ നടത്തിയത്. റഷ്യൻ തലസ്ഥാനമായ കീവിലും മറ്റ് അനുബന്ധ നഗരങ്ങളിലുമൊക്കെയാണ് ശക്തമായ ആക്രമണം റഷ്യ നടത്തിയിരിക്കുന്നത്. റഷ്യൻ ആക്രമണത്തിനൊടുവിൽ യുക്രൈൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് അറിയില്ല. അമേരിക്ക ഇപ്പോൾ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ്. അമേരിക്കയ്ക്ക് ആയുധങ്ങളും അതുപോലെ തന്നെ യുദ്ധസഹായങ്ങളും യുക്രൈന് നൽകാൻ ഇപ്പോൾ എന്തായാലും കഴിയില്ല. പക്ഷേ നേരത്തെ നൽകിയ ചില സംവിധാനങ്ങൾ അതിപ്പോഴും യുക്രൈൻ്റെ കയ്യിലുണ്ട്. മാത്രമല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈന് ആവശ്യമായ പണവും അതുപോലെ തന്നെ ആയുധങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. എന്തായാലും അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതുപയോഗിച്ചുകൊണ്ടാണ് യുക്രൈൻ റഷ്യയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്. അങ്ങനെയൊരു ആക്രമണമാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു ഡ്രോൺ ആക്രമണത്തിന് ബദലായിട്ടാണ് ഇപ്പോൾ റഷ്യ കനത്ത ആക്രമണം യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നടത്തിയിരിക്കുന്നത്.